കുറച്ച് നാളുകളായി ഞങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല ക്യാമ്പസുകളിൽ ചെന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അക്കൂട്ടത്തിൽ വളരെ കാര്യമായിട്ട് ഞങ്ങൾ ചോദിച്ച ഒരു വിഷയം വിവാഹത്തിന് മുൻപ് ഒരുമിച്ച് താമസിക്കുക, കൊഹാബിറ്റേഷൻ, ലിവിങ് ടുഗെദർ. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. നമുക്ക് പല ഉത്തരങ്ങൾ കിട്ടി. കുട്ടികൾ അവരുടേതായ പല അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് എപ്പിസോഡിലേക്ക് പോവാം. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഡു യു തിങ്ക് ഇറ്റ് ഈസ് കൺഡ്യൂസീവ് ടു ഹ്യൂമൻ നേച്ചർ? ആ ആളെ നമ്മൾ മെന്റലി ആദ്യം ഒന്ന് അറിയാൻ നോക്കണം. അപ്പൊ അതിന് നമ്മൾ ഫിസിക്കൽ ആസ്പെക്ട് അതിൽ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി 1%, ബട്ട് ബാക്കി പെർസെൻറ്റേജ് മെയിനായിട്ട് നമ്മൾ മെന്റലി അവരെ അറിയാൻ നോക്കണം. അപ്പം എല്ലാ കാര്യത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ലിവിങ് ടുഗെദർ ഒരു പോയിന്റ് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്ക് അവരുടെ അവർ ദൂരെയാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ പറയാറുണ്ട് ആഫ്റ്റർ മാരേജ് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ബിക്കോസ് അവരൊരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതും അവരെല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ്. പിന്നെ മാരേജ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ അല്ലേ. അപ്പം അതിനകത്ത് താല്പര്യമില്ല, എപ്പോൾ വേണമെങ്കിലും എനിക്ക് പുറത്ത് വരാം, അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ഞാനിങ്ങനെ നിൽക്കില്ല എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലിവിങ് ടുഗെദർ ഇസ് ഓക്കെ, അതൊരു നല്ല ഓപ്ഷനാണ്. നേരത്തെ ഒക്കെ മാരേജ് കഴിഞ്ഞ് നമുക്ക് അവരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെ നമുക്കുണ്ടാകും. ഒന്നില്ലെങ്കിലും നമ്മൾ ഒരു വട്ടം കല്യാണം കഴിഞ്ഞതാണെന്നുള്ള ഒരു പേരെങ്കിലും വരാൻ തുടങ്ങും അതിനകത്ത്. അപ്പം ലിവിങ് ടുഗെദർ പോസിറ്റീവ് സൈഡിൽ കൂടെ നോക്കുവാണെങ്കിൽ അവരെ അറിഞ്ഞ് അവരുമായിട്ട് നമുക്ക് ഇനി ഭാവി കാലങ്ങളിലേക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. കൂടെ നമ്മൾ ജീവിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കും എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും പേഴ്സണലായിട്ട് ചോയ്സ്, അവരെങ്ങനെയായിരിക്കണം, അവരുടെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ പേഴ്സണലായിട്ട് ചോയ്സാണ്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചിലവർ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഭാവിയിൽ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയിൽ എനിക്ക് കുറച്ചും കൂടി അറിയണം, അവിടെ ഒരു സെക്സ് മാറ്റി വെച്ചിട്ട് പേഴ്സണലി അയാളോട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം എന്ന് പോകുന്നവരും ഇത് നേരെ തിരിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം നമുക്ക് അറിയത്തില്ല, ആൾക്കാർ എടുക്കുന്ന അവരുടെ ഒരു ചോയ്സാണ്. ഇപ്പോൾ ഒരു 6 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം അവരോട് നമ്മൾ ലിവിങ് റിലേഷൻഷിപ്പ് തുടർന്നിട്ട് പിന്നെ അവർക്ക് പറ്റുന്നില്ല, അവരുടെ ക്യാരക്ടർ അവരുടെ നെഗറ്റീവ് സൈഡൊന്നും കണ്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഒരു ബ്രേക്ക് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയും വരും. ചിലപ്പം സെക്ഷലി റിലേഷൻഷിപ്പ് ആയത് കാരണം ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴും അതും ഒരു ഇപ്പം റിലേഷൻ ആയില്ലേ, ഇങ്ങനെ ലിവിങ് റിലേഷൻഷിപ്പ് അല്ലേ, ചിലപ്പോൾ അവർ ഡിപ്രഷനിലോട്ട് ആവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഡിസയർ ആയിരിക്കും, അത് അവരൊരു ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ അവരൊരിക്കലും ചിലപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാവില്ല. പിന്നീട് ഇപ്പോൾ ആ റിലേഷൻ വർക്കൗട്ട് ആയില്ല, ഒരു ഭാവിയിലേക്ക് രണ്ടുപേരും 2 വഴിക്ക് പോയി. പിന്നെ അത് വേറെ രീതിക്ക് ആളങ്ങനെ ചെയ്തു, എന്നോട് ആളെനിക്ക് ഇന്ന വാക്ക് തന്നിട്ടാണ്, അതിനോട് യോജിപ്പില്ല. രാജ്യത്തെ തെരഞ്ഞെടുക്കാൻ 12 വയസ്സ് മതി, എന്നാലും ഒരു പെണ്ണ് കെട്ടാൻ 21 വയസ്സ് കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ പറയുന്നൊരു ചൊല്ല്. അപ്പോൾ 18 വയസ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിന്റെ ഒരു പോക്കോ വരുന്ന നിലവിൽ വരുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് ഏർപ്പെടുന്നതിനോട് തെറ്റില്ല. അവർക്ക് സമ്മതമാണെങ്കിൽ അത് അവരുടെ തെറ്റായിട്ടല്ലേ കാണുള്ളൂ. നമ്മള് അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. ഓരോരുത്തരുടെ അവരവരുടെ വാല്യൂസിനെ എന്തോരം ഇത് കൊടുക്കണം. അതെ, എനിക്ക് തെറ്റായിട്ടറിയാം. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് അവർ തമ്മിൽ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലെ ഇരിക്കും. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ കൾച്ചർ അനുസരിച്ച് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതാണ് നമ്മുടെ ഒരു നോർമൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫാമിലി എന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ കുട്ടികൾ. ഇപ്പം അതിൽ നിന്ന് കുറച്ചും കൂടെ മാറ്റം വന്നു. എനിക്കൊന്ന് കുറേ കൂടി വെസ്റ്റേൺ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് ആണ് ആക്ച്വലി. ഇപ്പം ഒത്തിരി കേസസ് വരാറുണ്ട്, ഇങ്ങനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തു, എന്നിട്ട് ഇതുപോലെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ എൻഗേജ് ചെയ്തു, എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ചില്ല. അങ്ങനെ കുറേ കേസസ് കോർട്ടിൽ വരാറുണ്ട്. സോ ഐ ബിലീവ് യു ഷുഡ് ബി വെരി കെയർഫുൾ വെൻ യു ഡു ദിസ്. ഓൾസോ മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ യു ആർ ലീഗലി ബൈൻഡിങ്. The person becomes your legal husband or your legal wife, which means domestic violence അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്യൂസിൻ്റെ ലോസ് കുറച്ച് ഗ്രേ ആണ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ. ബട്ട് സ്റ്റിൽ കുറേ അലിമണി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഇൻ കേസ് ഈവൻ ഇഫ് യു ഗോ ഫോർ എ ഡിവോഴ്സ്. വി ആർ സോഷ്യൽ ബീങ്സ്, ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ സോഷ്യൽ ബീങ്സ്. സോ നമുക്ക് സൊസൈറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എത്ര നമ്മൾ മുമ്പോട്ട് ചിന്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സത്യമാണ്. നമുക്ക് സൊസൈറ്റീനെ കെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. സർ, കുട്ടികൾ കൊഹാബിറ്റേഷനെ കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിക്കുകയുണ്ടായി. സർ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നേഹത്തെക്കുറിച്ചും സ്നേഹത്തിന്റെ വിപരീതം ഒരാളെ ഉപയോഗിക്കുക എന്നതാണെന്നും ഒക്കെ പറയുകയുണ്ടായി. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ നിന്നുകൊണ്ട്
കൊഹാബിറ്റേഷൻ, ലിവിങ് ടുഗെദർ, ആ ഒരു വിഷയങ്ങളെക്കുറിച്ച് സഭയ്ക്കുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് സർ ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സഭ അതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പായുടെ പഠനങ്ങളിലും അത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ക്യാമ്പസുകളിൽ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ ഈ വീഡിയോയിൽ കണ്ടത് അല്ലാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ ജനറലി സ്പീക്കിംഗ്, ഇപ്പം എന്നോട് കോഹാബിറ്റേഷനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് യൂത്ത് സംസാരിക്കുമ്പോൾ, അങ്ങനെ താമസിക്കുന്നവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാരണം ഇതാണ്: ഞങ്ങൾക്ക് സൗകര്യപ്രദമാണിത്, ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ അസ്. അപ്പോൾ എന്താണ് ഈ കൺവീനിയൻസ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത്, ഇപ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാനുള്ള തീരുമാനമായിട്ടില്ല, പക്ഷേ ഇത് ഞങ്ങൾക്കൊരു ട്രയൽ പീരീഡായിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ട്രയൽ നോക്കാൻ പറ്റും പല കാര്യങ്ങളും. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, അപ്പം നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ, നമ്മളൊരു കാർ വാങ്ങിക്കാൻ പോവുക, അപ്പോൾ ഷോറൂമിൽ ചെന്നിട്ട് നമ്മൾ വണ്ടി ഇന്നത് വേണം എന്നൊക്കെ കാണിച്ചു കഴിയുമ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പറയും, സാറ് ഒരു ട്രയൽ ഡ്രൈവ് എടുത്തോളാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു, അതുപോലെ ഒരു ട്രയൽ ഡ്രൈവ് എടുക്കാനുള്ളതല്ല വിവാഹത്തിന് മുമ്പുള്ള തീരുമാനം. അപ്പോൾ അത് വളരെ സൗകര്യപ്രദമാണ്, കൺവീനിയൻ്റ് ആണെന്ന് പറയുന്ന വ്യക്തികൾ അവർ ഇതിൻ്റെ വിവാഹത്തിൻ്റെ ശരിയായിട്ടുള്ള മൂല്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ പല റിസർച്ച് സ്റ്റഡികളിലും ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർ വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് താമസിച്ച്, ഒരുപക്ഷെ വർഷങ്ങളോളം അവർ ഒരുമിച്ച് താമസിച്ച്, അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലുള്ള ബന്ധത്തിലേർപ്പെട്ടിട്ടും അങ്ങനെയുള്ളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മോർ പോസിബിലിറ്റി ഫോർ ഡൈവോഴ്സ്. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയും യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനും ഒന്നിച്ച് നടത്തിയ പഠനത്തിൽ വിവാഹത്തിനു മുമ്പ് ഒന്നിച്ച് താമസിക്കുന്ന പങ്കാളികൾ വിവാഹത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് പാരലൈസ്ഡ് ആവും, അവരുടെ തീരുമാനങ്ങൾ ആത്മാർത്ഥതയില്ലാത്തതായി മാറും എന്ന് കണ്ടെത്തി. ആൻഡ് കൂടുതൽ ഇങ്ങനെയുള്ള കേസുകൾ ഡൈവോഴ്സിനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും അവർ കണ്ടെത്തി. അപ്പം നമ്മൾ ജീവിതത്തിൽ വിവേകപൂർണമായിട്ടുള്ള തീരുമാനമാണ് എടുക്കാനുള്ളത്. അതിന് നമ്മളിങ്ങനെ ഒന്നിച്ച് താമസിച്ച് ട്രയൽ നോക്കിയിട്ട് ഒരു തീരുമാനമെടുത്താൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ ഇത് യൂട്ടിലിറ്റേറിയൻ കൾച്ചറുണ്ട്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല, യൂസ് ചെയ്യുകയാണ്. ഒരിക്കലും നമ്മൾ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴേ വിവാഹത്തിന് ശേഷം ദമ്പതികൾക്ക് വേണ്ടി അവർ പരസ്പരം സ്നേഹത്തിൽ ഒന്നിക്കുവാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനും സ്വീകരിക്കുവാനും വളർത്തുവാനും ഒക്കെ ആയിട്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കാതെ ഒരു കാറ് വാങ്ങിക്കാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ട്രയൽ നോക്കി, ഒരുപക്ഷെ ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് കമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഈ കമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? അവരുടെ ഉദ്ദേശം ഒരു സാധനത്തിൻ്റെ കമ്പാറ്റിബിലിറ്റി പോലെ ഒരു ഭാര്യയുടെ അല്ലെ ഭർത്താവിൻ്റെ കമ്പാറ്റിബിലിറ്റി. ഇപ്പോൾ പരസ്പരം വിവാഹത്തിന് മുമ്പ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പല ആശയവിനിമയങ്ങളും നടത്തണം, അതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യമാണ്, റീസണബിൾ കാര്യമാണ്. പക്ഷേ ശാരീരികമായിട്ട് ഞങ്ങൾ സെക്ഷലി കമ്പാറ്റബിൾ ആണോ എന്ന് നോക്കണം, അല്ലെ മറ്റുള്ള കമ്പാറ്റബിലിറ്റി ഞങ്ങൾക്ക് നോക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ട്രയൽ നോക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ എന്താ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും they are not loving, they are using each other. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ കണ്ടേ? അത് സ്നേഹമല്ല, അത് സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിവാഹ ബന്ധത്തിൽ കടക്കുമ്പോഴും അവർ പരസ്പരം യൂസ് ചെയ്യാനേ പരിശ്രമിക്കുകയുള്ളൂ. ഒരിക്കലും അവർ സ്നേഹത്തിൻ്റെ സബ്ജക്റ്റീവ് ആസ്പെക്റ്റിൽ തന്നെ അവർ നിന്ന് സ്നേഹിക്കാൻ പരിശ്രമിക്കും. പക്ഷേ ആ സ്നേഹത്തിന് ഒരിക്കലും അതിൻ്റെ യഥാർത്ഥമായ എഫക്റ്റോ
യഥാർത്ഥമായിട്ട് അത് നൽകേണ്ടതായ സന്തോഷമോ ആ വിവാഹ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരികയില്ല. സർ, ഞാൻ ഈ ഒന്നിച്ച് ജീവിക്കുന്നവരുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. അങ്ങനെ വിവാഹത്തിന് മുമ്പ് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവര് ശരിയായിരിക്കാം, സൗകര്യം ഒരു ആസ്പെക്റ്റ് ആയിട്ട് വരാം, ചിലപ്പോൾ കമ്പാറ്റബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും ഒരു ലോങ് ടേം പ്രോസസ് മേ ബി ആവണമെന്നില്ല. അവർ ശരിക്കും വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് ഇയാളോട് അത്രയും സ്നേഹമുണ്ട്, എനിക്കിനി ഒന്നും മറച്ചു വെക്കാനില്ല, എന്നെ തന്നെ ഇനി കൊടുക്കാനുള്ളൂ. ആ ഒരു ലോഫ്റ്റി ഐഡിയലിൽ നിന്നായിക്കൂടെ ഒരു പക്ഷേ ഇവരെ ലിവിങ് ടുഗദർ? തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഇതിനെക്കുറിച്ചുള്ള തെറ്റായിട്ട് ലിവിങ് ടുഗദർ ഇന്ന് നമ്മുടെ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ തന്നെ നമ്മൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ക്യാമ്പസുകളിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ഇത് അറിയില്ലായിരിക്കും. അവർ വീട്ടിൽ നിന്ന് ദൂരെ അവർ താമസിക്കുന്നു, അവർ ഹോസ്റ്റലിലായിരിക്കും താമസിക്കുന്നു എന്ന് പറയുന്നു, അല്ലെ വേറെ വീടെടുത്ത് അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിക്കുന്നു എന്ന് പറയും. പക്ഷേ പലരും ഇത് കുട്ടികളിൽ നിന്നുള്ള ഷെയറിങ് തന്നെയാണ്. പലരും അവർ ലിവിങ് ടുഗദറാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫാഷനായിട്ട് ഒരു കോമൺ കാര്യമാണ്. അതൊരു ജസ്റ്റ് ലൈക്ക് ആൻ ഈസി ആൻഡ് ഓർഡിനറി തിങ് ആയിട്ടാണ് നമ്മൾ അതിനെ കരുതുന്നത്. അപ്പം നമ്മൾ ഈ കമ്പാറ്റബിലിറ്റി നോക്കുന്നതും അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അവസാനം എന്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്? നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വിവാഹ ജീവിതം തകർന്നു പോകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സഭ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നതും സഭ അതിന് അനുകൂലമല്ലാത്തതും. കാരണം അത് സൈക്കോളജിക്കലി, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആണെ പോലും അനലൈസ് ചെയ്ത് നോക്കുമ്പം ദ കമ്പാറ്റബിലിറ്റി നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയുമായിട്ട് കിട്ടുകയല്ല. ഇപ്പോൾ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ്, സ്നേഹം കൊടുക്കുവാനും സ്വീകരിക്കുവാനുമുള്ള വിളിയാണ്. അത് എങ്ങനത്തെ സ്നേഹം എന്ന് പറയുന്നത്? ദ സെൽഫ് എംപ്റ്റിയിങ് ലവ്. ശരിക്കും നമ്മൾ വിവാഹത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പം എന്താ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നു, സ്നേഹം സ്വീകരിക്കുന്നു. സ്നേഹം കൊടുത്തും സ്വീകരിച്ചും ജീവിക്കുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നു. അതിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള പദ്ധതിയിൽ വലിയ പ്ലാനുകളാണ് വിവാഹത്തെക്കുറിച്ചുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ സൗകര്യപ്രദമായിട്ട്, അപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് റെൻറ്റ് ഭയങ്കരമാണ്, അല്ലെ എക്സ്പെൻസസ് ഭയങ്കരമാണ്, ഞങ്ങൾ സിറ്റിയിലാണ് താമസിക്കുന്നത്, ഇപ്പോൾ രണ്ടുപേരും 2 അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നതിൽ നല്ലത് ചിലവ് ചുരുക്കാനായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കുക. അപ്പം നിങ്ങൾ 2 പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ വി ആർ ഗോയിങ് ടു ബി ടുഗദർ എനിവേ. സോ ഞങ്ങൾ അന്ന് ചെയ്യുന്ന കാര്യം ഇന്ന് നമ്മൾ ചെയ്യുന്നു. വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? വി ആർ നോട്ട് ഗോയിങ് വിത്ത് എവറി വൺ, വി ആർ ഗോയിങ് വിത്ത് അവർ ഫ്യൂച്ചർ പാർട്ട്ണർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഒരുപാട് നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. ഒരു ചെറിയൊരു പുഷ് ബാക്കും കൂടെ തന്നോട്ടെ സാറേ. ഇങ്ങനെ സെൽഫ് എംപ്റ്റിയിങ് ലവ് അല്ലെങ്കിൽ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വയം ശൂന്യമാക്കിക്കൊണ്ടൊക്കെ സ്നേഹിക്കണമെങ്കിൽ വിവാഹം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒന്നിച്ച് താമസിച്ചുകൊണ്ട് ഇത് പോസിബിൾ ആയിരിക്കില്ലേ? ഒന്നിച്ച് താമസിച്ചുകൊണ്ട് സ്ത്രീയും പുരുഷനും, ഇപ്പം ഞാൻ പറയട്ടെ, പിന്നെ വൈദികരുടെ ജീവിതം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവർ, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ജീവിതം, അവർ വിവാഹം കഴിച്ചിട്ടല്ലല്ലോ. ബട്ട് ദേ ആർ ഓൾസോ ഡൂയിങ് എ സെൽഫ് എംപ്റ്റിങ്. ദൈവത്തിൻ്റെ കൃപയാൽ അവർക്ക് ഒരു പ്രത്യേക വിളിയാൽ അവർ വിവാഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദേ ആർ ഓൾസോ ഡൂയിങ് ദ സെൽഫ് എംപ്റ്റിയിങ് ലവ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവിടെ പറയുന്നത്, ഇപ്പം വിവാഹം കഴിക്കാത്തവരും ഈ ഒരു ആസ്പെക്റ്റ് സെൽഫ് എംപ്റ്റിയിങ് ലവ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിക്കണമെന്നുള്ളതൊരു കമ്പൽസറി അല്ല സെൽഫ് എംപ്റ്റിയിങ് ലവിന്. പക്ഷെ നമ്മുടെ കോഹാബിറ്റേഷനിലും ലിവിങ് ടുഗദറിലും അത് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആസ്പെക്റ്റാണ്. കാരണം അവർ ശാരീരികമായിട്ട് അവർ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും അവിടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്, അവരുടെ സെക്ഷുവാലിറ്റിയുടെ പർപ്പസിന് വിരുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ മൊറാലിറ്റി, എനിബഡി ക്യാൻ ഡു എവറിത്തിങ്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. അപ്പോൾ അതുകൊണ്ട് സഭ ഏത് കാലവും നമ്മുടെ ഒരു ധാർമ്മികത, ഒരു മൊറാലിറ്റി, ഒരു നാച്ചുറലായിട്ടുള്ള ഒരു മൊറാലിറ്റി, അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ മൊറാലിറ്റി, സമൂഹത്തിൻ്റെ മൊറാലിറ്റി, ഇതൊക്കെ
ഒരുപക്ഷെ സമൂഹം അംഗീകരിച്ചേക്കും. ഇപ്പം സെയിം സെക്സ് മാരേജ് പല രാജ്യങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ ഒരു രാജ്യം ഒരു നിയമം ഉണ്ടാക്കി അംഗീകരിച്ചതുകൊണ്ട് തെറ്റ് തെറ്റല്ല എന്ന് ആകുകയില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ദേ ഹാവ് സോ മെനി റീസൺ ടു ജസ്റ്റിഫൈ. പക്ഷേ ഒരിക്കലും അത് തെറ്റല്ലാതായി മാറുകയില്ല. ദേ ആർ ജസ്റ്റ് ലൈക്ക് എനി അതർ പേഴ്സൺ. അവർ വ്യഭിചാരമാണ് ചെയ്യുന്നത്. ദർ ഈസ് നോ ജസ്റ്റിഫിക്കേഷൻ ഓൺ ദാറ്റ്. കാരണം അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു കവനന്റ്, അപ്പം ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇതൊരു സാക്രമെന്റ് ആണ്. പക്ഷെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് എ കോൺട്രാക്ട്. ഹിന്ദുസത്തിലേക്ക് വരുമ്പോൾ അതിന് മറ്റേ അർത്ഥങ്ങളാണുള്ളത്. അപ്പം ഒരു ഇവന്റ് കൊണ്ട് എന്താ മാറുന്നത് സർ? ഒരു ഇവന്റ് കൊണ്ടൊന്നും മാറുന്നില്ല. അത് ഓരോ സമുദായങ്ങൾക്കും. അപ്പം കത്തോലിക്ക സഭ തന്നെ മറ്റ് സഭക്കാരുടെ നാച്ചുറൽ മാരേജ് അതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമൂഹത്തിലുള്ള ആളുകളാണേലും അതിൻ്റേതായ മാനദണ്ഡങ്ങളോടുകൂടിയാണ് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന വിവാഹം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയിൽ അതൊരു സാക്രമെൻ്റായിട്ട് മാറിയിരിക്കുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടേത് ഇറ്റ് ഈസ് എ സാക്രമെൻ്റൽ മാരേജ്. അപ്പം മറ്റവരുടേത് സാക്രമെൻ്റൽ മാരേജ് അല്ലെങ്കിലും ഇറ്റ് ഈസ് എ നാച്ചുറൽ മാരേജ്. സഭ അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല. രണ്ട് വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ അവർ വിവാഹം കഴിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഇൻറ്റൻഷനോടുകൂടി അവർ ട്രയൽ ചെയ്യുന്നു, കമ്പാറ്റബിലിറ്റി നോക്കുന്നു, കൺവീനിയൻസ് നോക്കുന്നു. പക്ഷേ അവസാനം ഒരുപക്ഷെ വിവാഹം കഴിക്കാതെ തിരിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. സാർ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒന്നിച്ച് ജീവിക്കുന്നവർ തമ്മിൽ, വിവാഹത്തിന് മുൻപ് ഒന്നിച്ച് ജീവിക്കുന്നവർ തമ്മിൽ വിവാഹശേഷം കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കുറയുന്നു എന്നൊരു സ്റ്റഡി സാർ റെഫർ ചെയ്തു. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറയാൻ സാധ്യത? കമ്മ്യൂണിക്കേഷൻ കുറയാനെന്ന് പറഞ്ഞാൽ കമ്പാറ്റബിലിറ്റി ദേ ജസ്റ്റ് വാണ്ടഡ് ഓൺലി ദ പെരിഫറൽ കമ്പാറ്റബിലിറ്റി ചെക്ക്. നമ്മൾ മെഷീൻ ചെക്ക് ചെയ്യുന്ന പോലെ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. വാട്ട് ഈസ് മോർ ദെയർ? നത്തിങ് മോർ. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി ഈ ആദ്യ കാലങ്ങളിൽ കാണുന്ന റൊമാൻസ്. ഓക്കെ, കാരണം നമ്മുടെ ഫിസിക്കൽ അട്രാക്ഷൻ, നമ്മുടെ ഇമോഷണൽ അട്രാക്ഷൻ, ഇതൊക്കെ ആരംഭകാലങ്ങളിൽ നമുക്ക് ഉണ്ടാകും വളരെ ശക്തമായിട്ട്. അതുകൊണ്ടാണ് ഈ ആരംഭകാലങ്ങളിൽ വിവാഹം കഴിക്കുന്നവരാണേലും വിവാഹത്തിന് മുമ്പ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുകയാണേലും അതൊരു റൊമാൻസ്, ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങ് കുറഞ്ഞു വരുമ്പോഴേ, അതായത് ഒരാൾ എല്ലാ ദിവസവും ഐസ്ക്രീം തിന്ന് കഴിയുമ്പോഴത്തേക്കിന് ഐസ്ക്രീം അവസാനം ബോറാവും. കാരണം ഹീസ് എൻജോയിങ് ഓൺലി ദി ഐസ്ക്രീം. അതിൻ്റെ തണുപ്പും അതിൻ്റെ മധുരവും അത്രയേ ഉള്ളൂ. ദർ ഈസ് നത്തിങ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാറ്റബിലിറ്റി ചെക്കും കമ്മ്യൂണിക്കേഷനും ഈ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കറന്നു കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു ഉപരിതലത്തിലുള്ള റൊമാൻസും ഫീലിങ്ങും ഒക്കെ അങ്ങ് കുറയും. അപ്പോഴത്തേക്ക് പിന്നെന്നാ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോട്ടെ, കല്യാണം കഴിച്ചു പോയല്ലോ. അപ്പോൾ പലരും കല്യാണം കഴിക്കാതെ അവർ പോകുന്നുണ്ട്. അവർ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഇവർ എപ്പോഴും അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ദേ ആർ യൂസിങ് ഓൾ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ടു അവോയ്ഡ് ചിൽഡ്രൻ. അപ്പോൾ അവിടെയും വെരി ഇമ്മോറൽ വേ. ഇപ്പോൾ സഭ ഒരിക്കലും അംഗീകരിക്കാത്തതാണ് കോൺട്രാസെപ്റ്റീവ്സ്. അഥവാ ഇനി അവർക്ക് ബൈ മിസ്റ്റേക്ക്, ബിക്കോസ് ഓൾ ദ കോൺട്രാസെപ്റ്റീവ്സ് ആർ നോട്ട് 100% ബുള്ളറ്റ് പ്രൂഫ്. അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു? മോസ്റ്റ് ലൈക്ലി എന്നല്ല, അബോർഷൻ തന്നെ. കാരണം ഹൂ വാണ്ട്സ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ഇത് എന്നാ ട്രയൽ ഡ്രൈവ് ആണ്. ഈ ട്രയൽ ഡ്രൈവ് പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമല്ല. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു ദ കാർ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ഈ വിവാഹത്തിൽ ഒന്നിച്ച് താമസിക്കുന്നതോ അല്ലെ മറ്റ് സമൂഹത്തിലെ വിവാഹവും നമ്മുടെ വിവാഹവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? മനസ്സിലായി സർ. സർ, ഒരു ശരാശരി യുവാവ് പൊതുവെ സ്കൂളിൽ നിന്നൊക്കെ പോയി കോളേജിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരുതരം ഇൻഡോക്ട്രിനേഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പതിയെ അവർ വിശ്വാസത്തിൽ നിന്ന് മാറുന്നുണ്ട്. അവരുടെ ഏത് വിശ്വാസം ആയിക്കോട്ടെ അതിൽ നിന്ന് മാറി അവരുടേതായ ഒരു മൊറാലിറ്റിയും ഒരു മോറൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവർക്ക് ഇതൊന്നും ഒരു തെറ്റാവുന്നില്ല. അപ്പം അവരുടെ മനസാക്ഷിക്ക് ഇതൊന്നും തെറ്റല്ല. പിന്നെ ഏതോ മതങ്ങളും ഏതെങ്കിലുമൊക്കെ സഭയും പറയുന്നത് കേട്ടിട്ട്
വിവാഹം തന്നെ വെയിറ്റ് ചെയ്യണം, അതുവരെ വെയിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നൊരു യുവാവ് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ സർ? ചിന്തിക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേ അത് അവർ ജസ്റ്റിഫിക്കേഷന് വേണ്ടി പറയുന്നതാണ്. കാരണം ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, റിലേറ്റിവിസം വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് റിലേറ്റിവിസം? എനിക്ക് സത്യമെന്ന് തോന്നുന്നത് അങ്കിതയ്ക്ക് സത്യമായിരിക്കണമെന്നില്ല. അപ്പം സത്യം എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ദ ട്രൂത്ത് ഈസ് സോ മെനി ട്രൂത്ത്സ്. സോ മൈ ട്രൂത്ത്, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു മീ, ദാറ്റ് ഈസ് ട്രൂത്ത്. അങ്കിത പറയും അക്കോർഡിംഗ് ടു മീ ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. അപ്പം ഇതാണ് റിലേറ്റിവിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അങ്ങനെ ഒരു സമൂഹത്തിൽ ഇവൻ ഹിസ്റ്ററി തന്നെ നമുക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു സമൂഹത്തിൽ എപ്പോഴും കൺഫ്യൂഷൻസും കലഹങ്ങളും ലഹളയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം എന്താണ്? ഒരേ കാര്യത്തെക്കുറിച്ച് 100 പേര് 100 കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് സത്യമായിട്ട് കരുതുന്നത്. അപ്പം കോൺഫ്ലിക്ട്സ് ഈസ്, ഇവൻ ഫാമിലിയിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, സമൂഹങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ റിലേറ്റിവിസത്തിൻ്റെ ഒരു ഡേഞ്ചറസ് ആസ്പെക്റ്റ് ആണ് അങ്കിത എന്നോട് ചോദിച്ചത്. അപ്പം എനിക്ക് നല്ലതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷി അത് അങ്ങനെയല്ല, എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് ഒരിക്കലും അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഡോക്ട്രിനേഷൻ ആകാം, അല്ലെങ്കിൽ സെക്യുലർ കൾച്ചറിൻ്റെ ബ്രെയിൻ വാഷിംഗ് ആകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫ്ലുവൻസസും കൊണ്ട് നാച്ചുറലി അങ്ങനെ സംഭവിക്കും. പക്ഷേ എങ്കിൽ സത്യം അതല്ല. ദർ ഈസ് ഓൺലി വൺ ട്രൂത്ത്. ഒന്നിൽ കൂടുതൽ സത്യമുണ്ടെങ്കിൽ സത്യം സത്യമല്ലാതായി മാറും, ഫിലോസോഫിക്കലി സ്പീക്കിംഗ്. ഓക്കെ, ഇറ്റ് കുഡ് ബി. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, അങ്കിത ഒരു പക്ഷേ മനസ്സിലാക്കുന്നിരിക്കുകയില്ല. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. പക്ഷെ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല അത് സത്യമല്ല, ഞാനത് സത്യമല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇറ്റ് ഈസ് നോ മോർ ദ ട്രൂത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇൻഡിവിജ്വൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതൊരു ഡേഞ്ചറസ് കോൺസെപ്റ്റ്, റിലേറ്റീവ്സത്തിൻ്റെയും ഇന്നത്തെ യൂട്ടിലിറ്റേറിയൻ കൾച്ചറിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റാണ്. അത് നമ്മൾ അതിന് ഒത്തിരി അപകടങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചിലർ മനസാക്ഷിയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഈ മനസാക്ഷി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നർ വോയിസ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ക്രിസ്ത്യാനികൾ അത് പരിശുദ്ധാത്മാവിൻ്റെ വോയിസ്. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ മനസാക്ഷി രൂപപ്പെടുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു പക്ഷേയെങ്കിൽ ഒരു ക്രിമിനൽ സിറ്റുവേഷനിൽ ചെറുപ്പം മുതൽ ജനിച്ച് ദുഷ്ടരായ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിമിനൽ എൻവയോൺമെൻറ്റിൽ ഒരു കുഞ്ഞ് വളർന്നു വരികയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റും ആ കുഞ്ഞിൻ്റെ സാഹചര്യങ്ങളും അനുസരിച്ച് നാച്ചുറലി ആ കുഞ്ഞ് ഒരാളുടെ പിടിച്ചു പറിച്ചാലോ മോഷ്ടിച്ചാലോ ഒരിക്കലും അതൊരു തെറ്റായിട്ട് തോന്നുകയില്ല. ശരിക്കും നമ്മൾ മൊറാലിറ്റിയുടെ എപ്പിസോഡിൽ നമ്മളിതിനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ആക്ഷൻ, ഒരു ട്രൂത്ത് ഈസ് യൂണിവേഴ്സൽ ട്രൂത്ത് ആണുള്ളത്. പക്ഷേ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ട്രൂത്ത്. നമ്മൾ പലപ്പോഴും സബ്ജക്റ്റീവ് ട്രൂത്ത് എന്നും പറഞ്ഞിട്ട് നമ്മളതിനെ മാറ്റി നിർത്താറുണ്ട്. ദർ ഇസ് നോ സബ്ജക്റ്റീവ് ട്രൂത്ത്. അതൊരു ഇല്യൂഷനാണ്. ഇവൻ ഫിലോസഫിക്കലി ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ എന്ന് പറയും ഫിലോസഫേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ട്രൂത്തിൽ നമുക്ക് വളരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു മാൽഫോംഡ് കോൺഷ്യസ്നെസ് ആയിരിക്കും നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു തിന്മ എന്ന് പറയുന്നത് മനുഷ്യർക്ക് അവരുടെ മനസാക്ഷി അങ്ങ് ഒരു എന്താ പറയുന്നത് മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് സിൻ ഓഫ് ദ ഡേ ഓർ ദ ടൈം ഈസ് അൺറിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ഒരു കാര്യം തെറ്റാണ് എന്ന് അവർക്കൊരിക്കലും തോന്നാതിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസാക്ഷി അങ്ങ് ഡീസെൻസിറ്റൈസ്ഡ് ആവും. അപ്പം ഇനി നല്ല മനസാക്ഷി ഫോം ചെയ്തിട്ടുള്ള വ്യക്തികൾ പോലും ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡോക്ട്രിനേഷനിൽ ദേ ഗെറ്റ് ഡീസെൻസിറ്റൈസ്ഡ്. അപ്പം നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകും. അപ്പം പലതും നമുക്ക് തെറ്റായിട്ട് തോന്നുകയില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ കാണുന്നുള്ളൂ. സാർ, ഇപ്പം അനേകം പേര് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിരിക്കട്ടെ, അത് ബേസിക്കലി അവരുടെ ലൈഫിനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നുള്ളൂ. അതിനൊരു ലാർജർ മോറൽ ഇംപ്ലിക്കേഷൻ എന്താണ്? തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ട്? കാരണം അതിന് ലാർജർ ഇംപ്ലിക്കേഷൻ ഉണ്ട്.
അപ്പം ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഫാമിലിയാണ്. ഓക്കെ, നമ്മൾ ചിന്തിക്കും ഫാമിലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്. അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ സെക്ഷൽ യൂണിയനും അവരുടെ റിലേഷൻഷിപ്പും ഒക്കെയാണ്. അപ്പോൾ എവറിതിങ് ഡിപ്പെൻസ് ഓൺ നമ്മൾ ഇനിയും സെക്സിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ അത് വളരെ വ്യക്തമായിട്ട് ഞാനത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ ഫൗണ്ടേഷൻ ഓഫ് എനി കൾച്ചർ ഈസ് സെക്സ് ആൻഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്. ആരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്തുന്നു, അത് തെറ്റായിട്ടുള്ളതാണോ, അതിലെ വിവാഹത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ളതാണോ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സൊസൈറ്റി നല്ലതോ മോശമോ ആയി മാറുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൾച്ചർ, നമ്മൾ സെക്യുലർ കൾച്ചർ എന്ന് പറയും, എല്ലാം വളരെ പ്രോഗ്രസീവ് കൾച്ചർ എന്ന് ചിലർ പറയും, അല്ലെങ്കിൽ എല്ലാം നമ്മൾ പല ടേം നമുക്കതിനെ കൊടുക്കാം. പക്ഷേ ഇവിടെയെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തെറ്റല്ലാത്ത ഒരവസ്ഥ. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തു വേണേലും ചെയ്യാം, പക്ഷെ അത് അഫക്ട്സ് എവരി വൺ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2 പേര് വിവാഹത്തിന് മുമ്പ് അവർ ഒരുമിച്ച് കോഹാബിറ്റേഷൻ, അവർ ജീവിക്കുന്നത് ആ സമൂഹത്തിലാണ്. അവരൊരു വനത്തിലോ അല്ലെങ്കിൽ ഒരു ഗുഹയിലോ ഒന്നും അല്ല. അതർ പീപ്പിൾ ആർ വാച്ചിങ് ദം. അപ്പം മറ്റുള്ളവർക്ക് അതൊരു സ്കാൻഡലാകാം. വളർന്നു വരുന്ന തലമുറ ഇത് തന്നെയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻഡോക്ട്രിനേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ആരുടെയോ മനസ്സിൽ വന്ന ചില ചിന്തകളും കാര്യങ്ങളും അവരങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ അത് നമ്മളങ്ങ് ആവസിച്ചു, നമ്മൾ അതിനെ ആവസിച്ചു, അത് നമ്മളെ ആവസിച്ചു, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടത് മാറി എന്ന് പറഞ്ഞതുപോലെ അത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിയുടെ ഫൗണ്ടേഷന് അത് തീർച്ചയായിട്ടും ബാധകമാണ്. സോ നമുക്കൊരിക്കലും അതിൻ്റെ കൾപ്പബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇൻഡിവിജ്വലിനാണേലും അതിൻ്റെ എഫക്റ്റ് എല്ലായിടത്തേക്കും റേഡിയേറ്റ് ചെയ്യും. ആ കുടുംബത്തിൽ അവർ ഏത് കുടുംബങ്ങളിൽ നിന്ന് വരുന്നു ആ ഫാമിലിയിൽ സന്തോഷമാണ്. അവർക്ക് ബ്രദേഴ്സ് ഉണ്ടാകത്തില്ലേ, അവർക്ക് പേരൻസ് ഉണ്ടാകത്തില്ലേ, അവർക്ക് റിലേറ്റീവ്സ് ഒന്നുമില്ല. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു സീക്രട്ട് കാര്യമായിട്ടിരിക്കുകയില്ല. അപ്പം എല്ലാ രീതിയിലും അത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തെ. ശരിക്കും പറഞ്ഞാൽ കൊഹാബിറ്റേഷൻ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ഒരു പ്രൈവറ്റ് ഈവിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും അല്ല. ഇറ്റ് ഈസ് എ സോഷ്യൽ ഈവിൾ. അതിൽ കൂടുതൽ നമ്മുടെ സൊസൈറ്റിയുടെ ഫൗണ്ടേഷൻ തകർക്കുന്ന ഒരു ഈവിളാണ്. അതുകൊണ്ടാണ് സഭ അതിനെ ശക്തമായിട്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട്, ഇനി നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു രീതിയിലും നിങ്ങളെ വിഷമിപ്പിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടം ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജ് അല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പലതും നമുക്കറിയാം എന്ന് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുകയും നടിക്കുകയും ചെയ്യുന്നത് പലതും നമുക്കതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന അവസരങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിലോ നിങ്ങളുടെ ഇന്നത്തെ ഈ പലതരത്തിലുള്ള ഇൻഡോക്ട്രിനേഷൻ കൊണ്ടൊക്കെ നിങ്ങൾ അങ്ങനെയാണെങ്കിലും ദർ ഈസ് എ വേ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. കാരണം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്, നമ്മുടെ രൂപമെടുത്തിയ ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അത് ഏത് മതത്തിലുള്ളവരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഡസൻറ്റ് മാറ്റർ. ഹി കെയിം ഫോർ എവരി വൺ. ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയാണ് അവൻ വന്നത്. നിങ്ങൾ ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ പറയുക, ഓക്കെ, ദിസ് ഈസ് ദ ഫുൾ സ്റ്റോപ്പ് ഫോർ അവർ ലിവിങ് ടുഗദർ. കം ഔട്ട് ഓഫ് ഇറ്റ്. ആ ഈശോയുടെ അടുത്തേക്ക് ചെന്ന് മാപ്പ് എന്ന് പറഞ്ഞ് ആ മാറോടൊന്ന് ചേർന്നിരുന്ന് നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും, നിങ്ങൾ കത്തോലിക്കരാണെങ്കിൽ നിങ്ങൾക്ക് കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്, നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ആ ഈശോയുടെ മാറോട് ചേർന്നിരുന്ന് ഞങ്ങൾക്കൊരു നല്ല കുടുംബജീവിതം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം, ആ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ശക്തി തരും. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ നിങ്ങൾ ഈ അവസ്ഥയിലുള്ള വ്യക്തികളാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഒരു ഒരു നെഗറ്റീവ് ഫീലിങ്ങിനേക്കാൾ ഉപരി ഒരു പോസിറ്റീവ് ഫീലിംഗ് ലഭിക്കുവാനാണ് ഞാൻ ഈ മെസ്സേജ് ഇത് നിങ്ങൾക്ക് തരുന്നത്. സർ, ഞാൻ ഒരു ജെൻസി ജനറേഷനിൽ പെട്ട ഒരാളാണ്. അതായത്
സോഷ്യൽ മീഡിയ ഇല്ലാത്ത ബാല്യം അനുഭവിച്ച അവസാന ജനറേഷനിൽ പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് പിറന്നു വീഴുന്ന കുട്ടികളെല്ലാവരും ഫോണിലേക്കാണ് പിറന്നു വീഴുന്നത്. അപ്പം അവർ സർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം അവർ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ശരിയെന്നാണ് അവർ കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതൊന്നും അല്ല ശരി എന്ന് നമ്മളൊരു വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു അസ്വസ്ഥത ഉണ്ടാകും, ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് ഒക്കെ വരും. പക്ഷെ അവിടെ നിന്ന് ഒരു മാറ്റം ആരംഭിക്കേണ്ടതാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ കൊഹാബിറ്റേഷൻ അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് പിന്നോട്ടെടുത്ത് ഒന്നും കൂടെ ചിന്തിച്ച് നോക്കാനുള്ള ഒരു സമയവും കൂടിയാണിത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. എൻ്റെ റിലേഷൻഷിപ്പിൽ എവിടെയെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് നമുക്കത് റെക്ടിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് പതിയെ എടുക്കാൻ നമുക്ക് സാധിക്കണം. തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഇതേക്കുറിച്ചും മറ്റു വിഷയങ്ങളെക്കുറിച്ചും ഒരുപാട് ഡെപ്തിൽ ചിന്തിക്കുന്നതായിരിക്കും. അതിനു മുൻപ് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ആൻസർ തരുന്നതായിരിക്കും. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.